ഹലോ ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റിജക്ഷൻസ് നേരിട്ടിട്ടുണ്ടാവുമല്ലേ? പല സ്ഥലത്തു നിന്നും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ, അതല്ല കോമ്പറ്റീഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഒരു സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ലവിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേറെ ആളുകളോട് പലപ്പോഴും റിജക്ഷൻസ് കാണിച്ചിട്ടുണ്ടാകാം. അതിപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു വ്യക്തി നമുക്ക് സൂറ്റബിൾ അല്ല എന്ന്, അതല്ല ഒരു ട്രിപ്പ് പോകുന്ന കാര്യത്തിലാണെങ്കിൽ ഇന്നയാൾ വേണം ഇന്നയാൾ വേണ്ട എന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റായിട്ട് തോന്നുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു വ്യക്തി നമ്മളെ റിജക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. അതേ രീതിയിൽ തന്നെ നമ്മൾ മറ്റൊരാളെ റിജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്? ഒരു പെർഫെക്ഷനേക്കാളും കൂടുതൽ സൂറ്റബിൾ ആയിട്ടുള്ള ഒരാളെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളും നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കാര്യം നമുക്ക് ആ ഒരു മൊമെൻറ്റിൽ മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്റ്റക്കായി പോവുകയല്ല ചെയ്യുക. ഒരു റീഡയറക്ഷനാണ് നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു റിജക്ഷൻസ് തരിക എന്നത്.